മൂഷികൻ എങ്ങനെയാണ് ഗണപതിയുടെ വാഹനമായത് എന്നറിയാമോ? ഒരിക്കൽ ദേവലോകത്ത് ഇന്ദ്രന്റെ സദസ്സിൽ ഒരു രാജകീയ യോഗം നടക്കുകയായിരുന്നു. രാജാക്കന്മാരും മഹർഷിമാരും അങ്ങനെ വിശിഷ്ടരായ പല വ്യക്തികളും ദേവസന്നിധിയിൽ ഉണ്ടായിരുന്നു. ഗന്ധർവരാജനും സംഗീതജ്ഞനുമായ ക്രൗഞ്ചൻ യോഗം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ സഭ വിട്ട് ഇറങ്ങാനൊരുങ്ങി. എന്നാൽ യോഗം തീരുന്നതിന് മുൻപ് ക്രൗഞ്ചൻ അവിടെ നിന്നും പോവാനൊരുങ്ങിയത് പലരിലും മുഷിപ്പുണ്ടാക്കി. ഇതൊന്നും വകവെക്കാതെ വളരെ ധൃതിയിൽ സഭ വിട്ട് ഇറങ്ങാൻ ഒരുങ്ങവേ ക്രൗഞ്ചൻ അബദ്ധത്തിൽ മുനി വാമദേവന്റെ കാലിൽ ഒന്ന് ചവിട്ടിപ്പോയി. ഉടനെ കുപിതനായ വാമദേവനാവട്ടെ സഭാമര്യാദകൾ ഒന്നും പാലിക്കാതെയും പരിസര ബോധമില്ലാതെയും തന്റെ കാലിൽ ചവിട്ടിയ ക്രൗഞ്ചനെ മൂഷികനായി പോവട്ടെ എന്ന് ശപിക്കുകയുണ്ടായി. മഹർഷിയുടെ ശാപവാക്കുകൾ കേട്ട ക്രൗഞ്ചൻ ഉടനെ തന്നെ മഹർഷിയുടെ പാദങ്ങളിൽ വീണ് മാപ്പപേക്ഷിച്ചു. എന്നാൽ തന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കുന്ന ക്രൗഞ്ചനെ കണ്ടപ്പോൾ മഹർഷിക്ക് മനസ്സലിവുണ്ടാവുകയും അദ്ദേഹം ക്രൗഞ്ചനോട് സാക്ഷാൽ ഗണപതി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ചേരാനുള്ള അവസരം ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ